ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് കഴിഞ്ഞ് ചെന്നൈ ആമസോണിൽ പ്ലേസ്ഡ് ആയിരുന്നു. ഒരു എൻട്രി ലെവൽ ജോബായിരുന്നു. ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആമസോൺ സ്വാഭാവികമായിട്ടും നമുക്ക് കേൾക്കുമ്പോഴും ആൾക്കാരോട് പറയുമ്പോഴും അങ്ങനത്തേനൊക്കെ ആമസോൺ എന്നുള്ള നിലക്ക് നല്ലൊരിത്. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഇതിൽ കയറി. പിന്നെ സാലറി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. വർക്ക് പ്ലേസിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമുക്ക് ചെറിയ സ്കില്ല് പോരാ. ഇതുവരെ ഡിഗ്രി പഠിച്ചിരുന്ന കാര്യങ്ങളും നമ്മൾ തിയറി പഠിക്കുന്നതും ഒരു വർക്ക് പ്ലേസിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ കുറിച്ച് പറഞ്ഞ ഒരാളില്ല. കൂടുതൽ നമ്മളതിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. രണ്ടാമത് ലാംഗ്വേജ് ഒന്നും കറക്റ്റ് ഓക്കെ അല്ല. ഹയർ പൊസിഷനിലുള്ളവർക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് മസ്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് ടെക്നിക്കൽ സ്കില്ല് ഓരോ കാര്യങ്ങളും കുറവാണ്. ഭാവിയിൽ നമുക്ക് സ്കില്ലില്ലാത്തതുകൊണ്ട് കമ്പനിയിൽ നമുക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ട് നമുക്കറിയില്ല. ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരായാലും മാനേജ്മെൻ്റ് ആയാലും അതിനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ വരുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്തിരുന്നു. ഈ ഡിഗ്രി പഠിച്ചതിലൊക്കെ ഉപരി ഇവിടെ വന്നതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കോൺടാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നമുക്ക് അതിൻ്റെ പിച്ചിങ് വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ലെവലിൽ ചിന്തിക്കണ ആർക്കും അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻസിന് നമുക്ക് റെക്കമെൻഡ് ചെയ്താൽ അവർക്ക് യൂസ്ഫുൾ ആവും വിചാരിക്കുന്നുണ്ട്.